ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് നിലമ്പൂർ TK കോളനി പോയല്ലോ. ഞങ്ങൾ പോണ വഴി കേട്ടോ ഈ കാണുന്നതൊക്കെ, എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അതെ, ഞാൻ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ പാർക്ക് ചെയ്യാൻ പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ. എന്ത് രസമറിയോ ഇടവഴിയൊക്കെ കാണാൻ. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് പേര്, ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട്. നമ്മളവിടെ കയറുമ്പോൾ തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും കെയർ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ കാരണം നല്ല വെള്ളമാണ് വരുന്ന മലയിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ഒരു മരം ചെരിഞ്ഞ് കിടക്കുന്നുണ്ട്, അതിന് അകത്ത് കൂടെ കുനിഞ്ഞിട്ട് വേണം നമ്മൾ പോകാൻ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കേട്ടോ. ശരിക്കും നമ്മൾ കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. ഈ കനാല് കണ്ടോ, അതാണ് ഇവിടുത്തെ മെയിൻ. മഴയൊക്കെ പെയ്ത് നല്ല വെള്ളമുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ മലവെള്ളപ്പാച്ചിലൊക്കെ വരാം. ഇത് കണ്ടോ കനാല്, ഇത് ശരിക്കും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളമാണ്, അങ്ങ് കിടന്നു കൊടുത്താൽ മതി, ഒഴുകി പോവും. അങ്ങനെ ഞാൻ ഈ കല്ലിലൊക്കെ ചവിട്ടി കാലൊക്കെ നന്നായിട്ട് വേദനിക്കുന്നു കേട്ടോ ശരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരുപാട് ഉരുളൻ കല്ലുകളൊക്കെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം, ചെടിയിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കല്ലുകളൊക്കെ പൊറുക്കിയിട്ട് വിടുന്നത്, നല്ല ഉരുളൻ കല്ലുകളാണ്. അങ്ങനെ ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയണത് കേട്ടോ. ഞങ്ങളങ്ങനെ ഒരുപാട് വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല, കാരണം ഞങ്ങൾ ഇറങ്ങാനൊന്നുള്ള ഡ്രസ്സോ വസ്ത്രങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ കല്ലുകളൊക്കെ പൊറുക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ അടുത്ത പ്ലേസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ തള്ളുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ പോക്ക്. നല്ല അഡ്വഞ്ചറായിരുന്നു വഴി. അവിടെ എങ്ങാനും വണ്ടി വെച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ, കാരണം അങ്ങനെ പ്രോപ്പറായിട്ട് നല്ലൊരു റോഡൊന്നുമല്ല അത്. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ വെച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാണ് ഈ കാണുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ നല്ല മരങ്ങളൊക്കെ കേട്ടോ, നല്ല കാടൊക്കെ ആയിട്ട്. അതെ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും നമുക്ക് നോർമലായിട്ട് വന്ന് കണ്ടുപോകാനുള്ള സ്ഥലമാണ്. കാണുന്ന തണ്ടും നെടിയൊക്കെ ഉള്ളൂ, അത് മുഴുവനും പഞ്ചറാ. അതൊക്കെ നമുക്ക് ഒട്ടിച്ചെടുക്കാലോ. ഇവനേതാ? കൊക്കോ. എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര, ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടുപോയി ഉടക്കി. ഇതിലേതാണ് കല്ല്? നാറിയല്ല, പ്യാരി. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ ഈ മുഖം നിറയെ സത്യസന്ധതയാണ്, ആത്മാർത്ഥതയാണ്. മുതലാളിക്ക് വേണ്ടി ഉണ്ണിവാസു മരിക്കാൻ വരെ തയ്യാറാണ്. മുതലാളി സത്യസന്ധതയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് നോക്കി. ആക്സിഡന്റ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിക്കുകയാണ്. പോണ വഴിയിലൊക്കെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു അരുവികളൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു സൺഡേയും കൂടിയും കഴിഞ്ഞല്ലോ എന്നുള്ള വിഷമം കേട്ടോ ആ മുഖത്ത് കാണാൻ പറ്റണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വരെ വീണ്ടും കാണാം കേട്ടോ.